നവരാത്രിയൊക്കെ കഴിഞ്ഞതിൻ്റെ ബാക്കി പത്രമായിട്ട് കുറച്ച് അവിൽ വീട്ടിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, സ്വീറ്റ് ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് അവിൽ വിളയിക്കുകയാണ് ഞാനിപ്പോൾ. ഒരു ദിവസം അമ്മ ഉപ്പുമാവ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇപ്പോൾ 4 മണിയായപ്പോൾ ഞാൻ എന്നാൽ ശരി കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് വിളയിക്കാമെന്ന് വിചാരിച്ചു അവിൽ. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. 1.5 സ്പൂൺ നെയ്യ്, അതിൽ കുറച്ച് കാഷ്യൂനിട്ട് ഒന്ന് മൂപ്പിച്ചു. അതിന് ശേഷം 2 അച്ച ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അത് ഒഴിച്ചു. അപ്പോൾ പാത്രത്തിലെ മധുരം മുഴുവൻ അങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടെ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാത്രത്തിലുള്ള ശർക്കര മുഴുവൻ അങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവിൽ അമ്മ കുറച്ച് കുതിർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ നേദിക്കാനൊക്കെ കൊണ്ടുപോയ അവിലായിരുന്നു. അപ്പോൾ അങ്ങനെ കുതിർത്തി വെച്ചിരുന്നു. പിന്നെ ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു വലിയ പഴമായിരുന്നു. അതിലൊരു പകുതി മാത്രമേ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൽ തന്നെ ഞാൻ പകുതി എടുത്തുള്ളൂ കേട്ടോ. അത് മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ അധികമാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് അവിൽ കുതിർത്തി വെച്ചിരുന്നു അമ്മ. അപ്പോൾ നമ്മുടെ മട്ട അവിലാണ് കേട്ടോ, വെളുത്ത അവിലല്ല, മട്ട അവിലാണ്. അപ്പോൾ അത് കുതിർന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിതിലേക്ക് ശർക്കരയുടെയും പഴത്തിൻ്റെയും മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായി മിക്സ് ചെയ്യുക. നല്ലപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് ഉടച്ചോളൂ. നല്ലപോലെ ഉടച്ചോളർന്ന് കിട്ടണം. അപ്പോൾ നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ വിളയിച്ചെടുക്കുന്നത്, പഴമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ, ഇത്തിരി തേങ്ങയും ഒരു 2-3 ഏലക്ക ഞാൻ എടുത്ത് വെച്ചിരുന്നു, തോലൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഈ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ ആ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ ആ മിക്സും കൂടെ നമ്മുടെ അവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തീ ഓഫ് ചെയ്യാം. തേങ്ങ വേവേണ്ട ആവശ്യമില്ല, ചൂടാവണ്ട. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് തേങ്ങ ഇട്ട് കൊടുത്താലും മതി. തേങ്ങയുടെയും ഏലക്കായുടെയും മിക്സ്. ഇപ്പോൾ നമ്മുടെ അവിൽ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നല്ലപോലെ ഇളക്കിയെടുക്കണം. നല്ലപോലെ ഇളക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ടേസ്റ്റ് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി വന്നു. അച്ഛന് വലിയ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.